ഷൗട്ടിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ടൊയോട്ട ഇന്നോവയാണ്. അപ്പോൾ ഇന്നോവ 2009 മോഡൽ 2.5V ഓപ്ഷനിൽ വന്നിരിക്കുന്ന വാഹനമാണ്. KL7 ആണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വന്നിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കണമെങ്കിൽ പുത്തൻ ഇൻഷുറൻസ് ആണ്. അതുകൂടാതെ ലൈഫ് ടാക്സ് ഒക്കെ വന്നിരിക്കുന്ന വാഹനമാണ്. 2500 ആണ് ഇതിൻ്റെ CC വന്നിരിക്കുന്നത്. എക്സ്പയർ വരുന്നത് 2024 5-ാം മാസം വരണം. ഓക്കെ, അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇപ്പോൾ V ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ രണ്ട് സ്ഥലത്ത് ഫ്രണ്ടിൽ 2 സീറ്റും എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ മൗണ്ടറായിട്ടുള്ള സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കൂടാതെ നമുക്ക് AC ഡിസ്പ്ലേയും കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് വീഡിയോയിലൊക്കെ നമ്മൾ പോകാൻ പോകണം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇന്ത്യയിലേക്ക് കണ്ടേക്കണം. കാരണം ഇതിപ്പോൾ 2009 മോഡലായതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഇതിലൊക്കെ സ്ക്രാച്ചസോ കാര്യങ്ങളൊക്കെ ഇനി വിശദമായിട്ട് നമ്മൾ ചാനൽ കൂടി എത്തിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതിനുശേഷം നമുക്ക് റേറ്റിംഗ് കാര്യങ്ങൾ സംസാരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഇന്നൊരു ഇന്നോവ എത്തിക്കുകയാണ്. അപ്പോൾ കുറച്ച് നാളായി നല്ലൊരു ഇന്നോവ പരിചയപ്പെടുത്തിയിട്ട്. അപ്പോൾ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയതെല്ലാം ഒന്നില്ലെങ്കിൽ കൺവേർട്ടഡ് ആയിരുന്നു, Gന്ന് V ആക്കിയേക്കണ വാഹനങ്ങളായിരുന്നു. പക്ഷേ ഈ ഒരു വാഹനം സ്റ്റോക്ക് കണ്ടീഷനിലിരിക്കുന്ന വാഹനമാണ്. യാതൊരു രീതിയിലുള്ള ചേഞ്ചസോ കാര്യങ്ങളൊന്നും ചെയ്യാത്ത നല്ല കണ്ടീഷനിൽ തന്നെ ഇരിക്കുന്ന ഒരു ഇന്നോവയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ കളറ്, ഈ ഒരു കളറ് അന്വേഷിച്ചൊട്ടനവധി ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇന്നോവ, ഈ ഒരു കളർ ഇന്നോവ ഞാൻ അധികം പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുകയാണ് ഈ ഒരു ഇന്നോവ. നമുക്ക് ഫസ്റ്റ് ഈ വാഹനത്തിൻ്റെ ഫുള്ള് വ്യൂയിലേക്ക് ഒന്ന് പോയേക്കാം. ഇതിൻ്റെ ഇൻ ആൻഡ് ഔട്ട് കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. അതേപോലെ തന്നെ ഫ്രണ്ടും സൈഡും കാര്യങ്ങളൊക്കെ വിശദമായിട്ടും പരിചയപ്പെടാം. ഇപ്പോൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാം ആ ഒരു ഗ്രില്ലും കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ ഇരിക്കുന്നു. അതേപോലെ തന്നെ ടോപ്പ് വ്യൂവും കാര്യങ്ങളും നോക്കാം. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ ഫസ്റ്റിന് വീൽ ആർച്ചും ടയർ കണ്ടീഷനും അലോയ്സും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. എല്ലാം നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. ഗ്രിപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടെ കാണാം. അതേപോലെ അലോയ്സിൽ ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചും കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ബോണറ്റ് നോക്കാം. ബോണറ്റായാലും വലിയ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല, നീറ്റായിട്ടിരിക്കുന്ന ബോണറ്റാണത്. പിന്നെ ഹെഡ് ലാംപ്സ് നോക്കാം. ഹെഡ് ലാംപ്സ് നീറ്റായിട്ടിരിക്കുന്നു. ഗ്രില്ല് നോക്കാം. ഗ്രില്ല് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന ഗ്രില്ലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ബമ്പറിലേക്ക് വരാം. ബമ്പറും ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ഇരിക്കുന്നു. പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വീൽ ആർച്ച് നോക്കാം. വീൽ ആർച്ച് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. ടയർ കണ്ടീഷൻ നോക്കാം. നല്ല ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സ്. അതേപോലെ അലോയ്സ് ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. 2 ഡോർ നോക്കാം. 2 ഡോറായാലും ഇവിടെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. റിയർ ഭാഗത്ത് വീൽ ആർച്ച് നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ടയർ കണ്ടീഷൻ നോക്കാം. ഗ്രിപ്പും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അലോയ്സ് ബാക്ക് സൈഡിൽ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. സൈഡ് പോർഷൻ നോക്കാം. സൈഡിൽ നിന്നുള്ള വ്യൂ നോക്കാം. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ സ്പോയിലേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ വിൻഷീൽഡിൽ നീറ്റായിട്ടിരിക്കുന്നു. ഡിഫോഗറും കാര്യങ്ങളും കാണാം. വൈപ്പറാണ്. ഇനി നമുക്ക് റിയർ ഭാഗത്തേക്ക് വരാം. താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് 2.5Vയുടെ ബാഡ്ജിങ് കാണാം. അതേപോലെ ബമ്പേഴ്സ് നോക്കാം. ഇവിടെ സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അതുകൂടാതെ തന്നെ നമുക്കിനി സൈഡ് പോർഷനിലേക്ക് വരാം. റൈറ്റ് സൈഡിലേക്ക് വരാം. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ആ ഒരു നീറ്റായിട്ടിരിക്കുന്ന 2 ഡോർസും സൈഡ് പോർഷനും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് പറ്റിപ്പെടാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 4 പവർ വിൻഡോസും അതുപോലെ തന്നെ ഡോർ പാഡ്സും കാര്യങ്ങളൊക്കെ നീറ്റായിട്ടിരിക്കണം നമുക്ക് കാണാം. സീറ്റ് കവേഴ്സ് കുറച്ച് മുഷിഞ്ഞതാണ്. സീറ്റ് കവേഴ്സ് വേണമെങ്കിൽ നമുക്കിവിടെ മാറ്റാവുന്നതാണ്. അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കിയേക്കാം. ഡാഷ്ബോർഡും കാര്യങ്ങളും നോക്കാം. എയർ ബാഗിൻ്റെ ആ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. മിഡിൽ നമുക്ക് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെയും നമുക്ക് എയർ ബാഗിന് സപ്പോർട്ട് വരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ കീ ഒന്ന് എടുത്തിട്ട് കിലോമീറ്റേഴ്സ് എത്രയായി നോക്കിയേക്കാം. ഞാൻ പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് 1,26,000 കിലോമീറ്റേഴ്സ്. അത് കാര്യമായിട്ടുള്ള കിലോമീറ്റർ അല്ല. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് V ആയതുകൊണ്ട് തന്നെ ഡിസ്പ്ലേയും കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വന്നേക്കണേ. പ്ലാറ്റ്ഫോം നോക്കാം. പിന്നാലൊക്കെ ചെയ്ത് ഭംഗിയാക്കി തന്നെ വെച്ചിട്ടുണ്ട്. ഡോർ പാഡ്സ് നോക്കാം. ഡോർ പാഡ്സ് നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. ഇവിടെ കുറച്ച് മുഷിഞ്ഞ ആ ഒരു സീറ്റ് കവേഴ്സ് നമുക്കിവിടെ കാണാം. പാസഞ്ചർ സൈഡ് നോക്കിയേക്കാം. ഇവിടെയും ഫ്രണ്ടിൽ അത്രയും മുഷിനില്ലെങ്കിലും കുറച്ച് ഒരു പഴമ തോന്നിക്കുന്നുണ്ട് കവേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്കിവിടെ കാണിക്കാനുള്ളത്. നമുക്ക് പയ്യെ എക്സിറ്റ് അടിക്കാം. അതിനുശേഷം പാസഞ്ചർ സൈഡിലും അതേപോലെ തേർഡ് റോയിലും കാര്യങ്ങളൊക്കെ എന്താ അവസ്ഥ നോക്കാം. ഡോറിന് ഓപ്പൺ ചെയ്യണം. ഇവിടെ പവർ വിൻഡോസിൻ്റെ ബട്ടൺ കാണാം. അതുകൂടാതെ ഇൻറ്റീരിയേഴ്സ് വിശദമായിട്ട് നോക്കാം കേട്ടോ. സീറ്റ് കവേഴ്സിൻ്റെ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ന്യായമായിട്ടുള്ള ലെഗും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ നോക്കാം കേട്ടോ. നമുക്ക് സീറ്റ് ഒന്ന് ഡൗൺ ചെയ്യാം. തേർഡ് റോൻ്റെ അവസ്ഥ ഉണ്ടാവും നോക്കിയാൽ. ഞാൻ ജസ്റ്റ് സീറ്റ് ഇവിടെ നമുക്ക് ഡൗൺ ചെയ്യുമ്പോൾ 2 പേർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റാവുന്ന സീറ്റ്സാണിത്. വേണമെങ്കിൽ 3 പേർക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത്രയ്ക്ക് സ്പേഷ്യസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ നമുക്കിവിടെ കാണിക്കാനുള്ളത്.
നമുക്ക് ഇനി പരിചയപ്പെടേണ്ടത് ഇതിൻ്റെ എൻജിൻ ഭാഗമാണ്. ജസ്റ്റ് ലിവർ ഒന്ന് അപ്പ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടൊയോട്ട ഇന്നോവ വി ഓപ്ഷൻ്റെ ആ ഒരു എൻജിൻ ഭാഗം. വളരെ നീറ്റായിട്ടിരിക്കുന്ന എൻജിൻ. അതിൽ അഡ്ജസ്റ്റും കാര്യങ്ങളും നോക്കാം. നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. ക്യാമറ സ്ലോയിൽ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഓരോരോ ഭാഗങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പവർഫുൾ ബാറ്ററിയാണ്. ഇവിടെയും അഡ്ജസ്റ്റും കാര്യങ്ങളും നോക്കാം. കണ്ടോ? ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇതിൻ്റെ എൻജിൻ ഭാഗം. ഇനി ലിഡും കൂടി നോക്കിയേക്കാം. ലിഡിൽ എന്താണ് അവസ്ഥ നോക്കാം. ലിഡൊന്നും കുഴപ്പമൊന്നുമില്ല. നീറ്റായിട്ട് നിൽക്കുന്ന ലിഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആണോ? ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ വാഹനത്തിൻ്റെ എൻജിൻ ഭാഗം. അതുപോലെ ബൂട്ട് നമുക്ക് പരിചയപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ എൻജിൻ ഭാഗം ഇത്രയായിരുന്നു. ഇനി നമുക്ക് ബൂട്ടിലേക്ക് പോയേക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ നോക്കിയേക്കാം. അപ്പോൾ ഞാൻ ലിഡ് ഇവിടെ ഒന്ന് അപ്പ് ചെയ്യാണ്. ഈ കാണുന്നതാണ് ഈ ഒരു ഇന്നോവയുടെ ബൂട്ട് സ്പേസ്. ആണോ? പ്ലാറ്റ്ഫോമിൽ കാര്യമായിട്ടുള്ള സ്പേസും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല. ചെറിയൊരു ബാഗും കാര്യങ്ങളൊക്കെ വയ്ക്കാം. അതുപോലെ അഡ്ജസ്റ്റ് നോക്കാം. ആണോ? വാഹനം നീറ്റായിട്ട് നിങ്ങൾ അഡ്ജസ്റ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ സ്പെയർ വീൽ നല്ല ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ്. നമുക്ക് ഇനി വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് സംസാരിച്ചേക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ കണ്ടേക്കണം. കാരണം എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട്, പാച്ചോ ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ റേറ്റിലേക്ക് കടക്കാം. നിങ്ങളെല്ലാവരും അപ്പോൾ ഈ ഒരു ഇന്നോവ കണ്ടു കഴിഞ്ഞു. ഇത് 2009 മോഡലാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 2.5 വന്നിരിക്കണം. പിന്നെ ഒട്ടനവധി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ടിൽ തന്നെ നമുക്ക് 2 എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിലൊപ്പം തന്നെ വരുന്നുണ്ട്. പിന്നെ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 1,26,000 കിലോമീറ്റേഴ്സ്. അത് ഇന്നോവയെ സംബന്ധിച്ച് വലിയൊരു കിലോമീറ്റർ അല്ല, നമുക്ക് എല്ലാവർക്കും പറയാം. അപ്പോൾ ഈ ഒരു വാഹനം സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഓസ്കാസിലാണ് കിടക്കുന്നത്. നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഷോറൂമാണ്. അതിൻ്റെ കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ എന്നെ വിളിക്കണമെന്നുണ്ടെങ്കിൽ 70126652 നമ്പറിനകത്തേക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടക്കാൻ മുമ്പ് ഒരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹനം സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സ് എല്ലാം ഡെയിലി നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6,85,000 രൂപയാണ്. 6.85 lakhs ആണ് ആസ്കിംഗ് പ്രൈസ്. അത് നെഗോഷ്യബിൾ ആയിരിക്കും. ഞാൻ പറഞ്ഞാൽ തന്നെ എന്നെയോ ഷോറൂമിലേക്ക് കോൺടാക്ട് ചെയ്തേക്കാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ അതിനകത്തുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോ കാണാം.